I stream. ഷാമി എന്ത് തോന്നുന്നു? ഇതെല്ലാം കൂടെ കഴിക്കാൻ തോന്നുന്നു. അതെ, സ്വീറ്റ്സ് ഇഷ്ടം തന്നെ വല്ലാത്ത സന്തോഷം അല്ലേ? സ്വീറ്റ്സ് ഇഷ്ടമില്ലാത്ത ആരും അറിയാം. പക്ഷേ ഈ പാലക്കാട് കൽപ്പാത്തി അഗ്രഹാരങ്ങളിൽ ഞങ്ങളുടെ ഈ വിസിറ്റ് എനിക്ക് കൂടി മനസ്സിലായി, ബ്രാഹ്മിൻസിന് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം ഇതുപോലുള്ള സ്വീറ്റ്സ് ആണ്. ജിലേബി, ലഡു, മൈസൂർ പാക്ക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ അവരുടെ ഏറ്റവും വിശേഷാലുള്ള ഉത്സവം വരാൻ പോകുന്നു, രഥോത്സവം എത്താൻ പോകുന്നു. അതിന്റെ വിശേഷാൽ അവരുടെ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ബ്രാഹ്മിൻസിന് ഇടയിലുള്ള വീടുകളിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഇതിനിടയ്ക്ക് അവർ പെർട്ടിക്കുലർ ഷെയർ പോലുള്ള ഒരു ബോക്സിലാണ് ഇതെല്ലാം ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളൊക്കെ കൂടി തന്നെയാണ് ഇത് ഫുൾ മെയ്ഡ് ചെയ്യുന്നത് മധുര പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട്? ശരി. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ സെക്രട്ടറി ശ്രീ ഗീതാകൃഷ്ണ അയ്യർ ഉണ്ട്, അതേപോലെ ട്രഷറർ ശ്രീ ഗോപാലകൃഷ്ണ അയ്യർ. ഇത് ഇപ്പോൾ ഈ രഥോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്വീറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ എത്ര നാളിന് മുമ്പ് നമ്മൾ തുടങ്ങും? അതിന് എത്ര മാസം മുമ്പ് നമ്മൾ തുടങ്ങും? 2-3 ദിവസങ്ങളിൽ. 2-3 ദിവസങ്ങളിൽ മുമ്പ് കഴിക്കുന്നത്. ശരി ശരി. ഏറ്റവും ഞങ്ങൾക്ക് ഏറ്റവും അത്ഭുതകരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത്രയും സ്വീറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ ഇത് നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന രീതിയിലാണ്. സോ ഈ ബ്രാഹ്മിൻസിന്റെ ഇടയിൽ തന്നെ ഇവിടെയുള്ള അഗ്രഹാരങ്ങളിലൊക്കെ സപ്ലൈ ചെയ്യുന്ന രീതി തന്നെ. ഇതിന്റെ ഈ ഷെയറിനെ പറ്റിയും ബോക്സിനെ പറ്റിയും ഒന്ന് പറയാമോ? അതായത് ഒരു ഷെയറിൽ 25 എണ്ണമാണ്. ഒന്ന് ജാങ്കരി, മൈസൂർ പാക്ക്, ലഡു ആൻഡ് ബാദുഷാ. അത് ഡിഫറെന്റ് ക്വാണ്ടിറ്റി. അത് 25 എണ്ണത്തിൽ അതിന് 230 റുപ്യായിട്ട്. ഹാഫ് ഷെയറിന് വന്ന് 13 എണ്ണം, അതിന് ക്വാണ്ടിറ്റി അങ്ങനത്തെ. മിക്സ്ചർ വന്ന് കിലോന് 110 റുപ്യ, അര കിലോന് 55 റുപ്യ. ഈ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നതൊക്കെ പ്യൂർ നെയ്യിലാണ്. ഈ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്ക് ഇത് കൊടുക്കുന്നത് ഏതെങ്കിലും പെർട്ടിക്കുലർ ഷോപ്പ് വഴിയാണോ അതോ ഇതേപോലെ ഈ ഉപസഭകൾ തന്നെ ഡയറക്റ്റ് വീട്ടുകളിൽ കൊടുക്കും? അത് എങ്ങനെയാണെങ്കിലും നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യില്ല ഗ്രാമത്തിലേക്കും ഇതിലൊക്കെ. പിന്നെ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും പോയിട്ട് മെമ്പേഴ്സൊക്കെ അവരുടെ വീട്ടിൽ പോയിട്ട് ഓർഡർ ബുക്ക് ചെയ്യുന്നുണ്ട്. ഓർഡർ ബുക്ക് അല്ല, പുറത്തുനിന്നും വരുന്നുണ്ട്. ഞങ്ങൾക്ക് പുറത്തുനിന്നും വരുന്നുണ്ട്. പുറത്ത് ചില കമേഴ്ഷ്യൽ കമ്പനി അവരൊക്കെ ഷോപ്പ് ഇതൊക്കെ ഉണ്ടല്ലോ, അവരും ചിലവർ അവരുടെ സ്റ്റാഫിന് വേണ്ടി കൊടുക്കുന്നത് അവരും വന്ന് ബുക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ബുക്കിംഗ് അനുസരിച്ചാണ് നമ്മൾ സാധനം സപ്ലൈ ചെയ്യുന്നത്. ശരി. ഇതെല്ലാം നിങ്ങൾ തന്നെ ഈ മെമ്പേഴ്സ് തന്നെയാണോ ഇത് മെയ്ഡ് ചെയ്യുന്നത് അതോ പുറത്തുനിന്ന് ആർക്കെങ്കിലും? പുറത്തുനിന്ന് ഒരു കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ ആണെങ്കിൽ കൂടിയും വലിയൊരു ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ പറ്റും ആ ഒരു സമയത്തിനുള്ളിൽ. ശരി. എന്താന്ന് വെച്ചാല് ഇത്രയും സീറ്റ്സിന്റെ നടുക്കിരുന്ന കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്നെ കുറെ നേരം കൊണ്ട് ഒരാൾ കിടന്നിങ്ങനെ തോണ്ടുന്നുണ്ട്. എന്താ വേണ്ടുന്നത്? ജിലേബി. ജിലേബി തന്നെ വേണം. ഇവിടെ അടുത്തിരിക്കുന്ന എന്തെങ്കിലും പോരെ? നല്ല നെയ്യിൽ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചാൽ മനസ്സിലായി നല്ല ക്ലീൻഡ് ആണ് ഇവിടെ എല്ലാം. ഒരു തരത്തിലും ഇഷ്ടക്കേടുകൾ ഉണ്ടാക്കേണ്ട ഒരു രീതികളും ഇവിടെ ഇല്ല. എല്ലാം നല്ല ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇത് പാക്ക് ചെയ്യുന്ന തന്നെ ഒരു കവറ് കയ്യിലിട്ടിട്ട് നല്ല ശ്രദ്ധയോടുകൂടി തന്നെയാണ് പാക്ക് ചെയ്യുന്നത്. ഈ ഉപസഭ എന്ന് പറയുന്നത് കേരള ബ്രാഹ്മണ സ്റ്റേറ്റ് ഉണ്ട്, ഡിസ്ട്രിക്ട് ഉണ്ട്. ഡിസ്ട്രിക്റ്റിലെ ഒരു പാർട്ടാണ് ഈ നൂറിന് ഗ്രാമത്തിന്റെ ഉപസഭയാണ്. ഇതിപ്പോൾ കുറേ കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സർവീസ് ഇപ്പോൾ ഞങ്ങൾ ഒരു 7 കൊല്ലമായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇത് മാത്രമല്ല മറ്റേ ഓണത്തിന് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇതൊക്കെ പ്രോഫിറ്റ് മേക്കിങ്ങിനല്ല, ഇതൊക്കെ ഞങ്ങൾ ഒരു പാർട്ട് ഓഫ് ദി എമൗണ്ട് ഇത് ഞങ്ങൾ വർക്കിംഗ് പ്രസന്റ്, അതായത് സ്കോളർഷിപ്പ് ഉണ്ട്, മെഡിക്കൽ ഫെയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഇതിനൊക്കെയുള്ളതാണ് ഞങ്ങൾ അതിനെ സ്പെൻഡ് ചെയ്യണം. വല്ല ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അതിന് ഈ ഓണത്തിന്, ഈ നവരാത്രി, കൊലു കോമ്പറ്റീഷൻ, ഈ സ്കോളർഷിപ്പ്, ഈ ഇത് പരിപാടിക്കാണ് ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഈ ഓർഡർ അനുസരിച്ച് അതെയോ അല്ലെങ്കിൽ ഉത്സവ സീസണിൽ മാത്രമേ നമുക്ക് ഈ സ്വീറ്റ്സ്? ഉത്സവ സീസണിൽ മാത്രമേ ഉള്ളൂ.
നമ്മൾ ഈ കണ്ട മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന കലവറയാണിത്. ഇവിടെ ഈ മൈസൂർ പാക്ക്, ജിലേബി, എല്ലാം ലഡു, എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നാണ്. പുറത്ത് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും നല്ല കുറച്ചും കൂടെ വലിപ്പമുള്ള ജിലേബിയാണ് ഇപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? എന്താ ഇതിന്റെ കാര്യം എന്താണ്? ഇത് വന്നിട്ട് നല്ല ഞങ്ങൾ ഒന്നുമില്ല, ഈ ഉത്സവത്തിന് വേണ്ടി തനിയെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഒരു പ്രത്യേക കണക്ക് ചെയ്യുന്നുണ്ട്. അതെന്താന്ന് പറയാം? ഇതിൽ വന്ന് ഉളുന്ന്, മറ്റേ പഞ്ചസാര, നെയ്യ്, ഈ രകങ്ങൾ കംപ്ലീറ്റ് നല്ല ക്വാളിറ്റി നമ്പർ 1 ശരി അതിലുണ്ടാക്കി എടുക്കണതാണ്. അതിന് ഞങ്ങൾ നല്ല ആ രൂപത്തിലാക്കി എടുക്കുകയാണ്. ഇത് ആ സാധനം വന്നാലേ ഇത് രൂപമാവുള്ളൂ. അതിന്റെ ചേരുവ ക്ലീൻ ആയിരിക്കണം. ക്ലീൻ ആയെങ്കിൽ മാത്രമേ ഇത്ര വലിപ്പത്തിൽ ഇത്ര ഭംഗിയോടുകൂടി സ്വാദോടുകൂടി കിട്ടുള്ളൂ. നിങ്ങളെല്ലാം വന്ന് കണ്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് തന്നെയാണ്. അത് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഒരു ബോർഡറാണ്. കാര്യം പല സ്ഥലങ്ങൾ പാലക്കാട് നമുക്ക് പോയി കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. So see you guys same day, same time in our week channel on next week. Until next, bye from Shamli and